ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ അതീവ വേദനയും അമർഷവുമുണ്ട്. എന്നാൽ അവർക്കെതിരെ യോഗ്യതാ മത്സരം കളിക്കാതിരുന്നാൽ ഫലം 3-0 അവർ വിജയിച്ചതായി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ ലോകകപ്പ് സാധ്യത കുറക്കുക മാത്രമല്ല, ഇസ്രായേലിന് ലോകകപ്പിലേക്കുള്ള സാധ്യത അത് കൂട്ടുകയും ചെയ്യും. അത് തടയുകയാണ് ലക്ഷ്യം. കളത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം അടയാളപ്പെടുത്തും. ഈ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പ്രതിഫലവും ഗസയിലെ പുനരുദ്ധാരണത്തിന് നൽകും. ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ സ്വന്തം മണ്ണിലെ യോഗ്യതാ പോരാട്ടത്തിന് ദിവസങ്ങൾക്ക് മുൻപ് നോർവേ ഫുട്ബോൾ ടീമിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്കും നഗരങ്ങൾക്കും ഏറെ മുമ്പേ തന്നെ ഫലസ്തീനെ ശക്തമായി പിന്തുണച്ചവരാണ് നോർവേ. ബാഴ്സയ്ക്കും മിലാനും പാരീസിനും ഏറെ മുന്നേ തന്നെ ഫലസ്തീന് ഐക്യദാർഢ്യവും ഇസ്രായേൽ വിരുദ്ധവുമായി റാലികളും കൊണ്ട് തെരുവുകൾ നിറഞ്ഞ നഗരമായിരുന്നു ഓസ്ലോ. ആ ഓസ്ലോയിൽ മത്സരം നടക്കുമ്പോൾ തന്നെ അതൊരു ഒന്നൊന്നര സമര കാഹളമാകുമെന്നത് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും നിരവധി പേരാണ് ഇസ്രായേൽ നരയാട്ടിന് നേരെ പ്രതിഷേധിച്ചത്. ഗാസക്ക് ഐക്യദാർഢ്യവുമായി കൂറ്റൻ ബാനറുകളും ഫ്ലെക്സുകളും നോർവീജിയൻ ആരാധകർ ഉയർത്തി. ചാൻഡുകൾ മുഴങ്ങി. ഗാലറിയിൽ തങ്ങളുടെ ആരാധകർ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ മൈതാനത്ത് നോർവേ കളിക്കാരും കുറവ് കാണിച്ചില്ല. 5 തവണയാണ് ഇസ്രായേലിന്റെ വല തുറഞ്ഞത്. അതിൽ 3 തവണയും സൂപ്പർ താരം എർലിംഗ് ഹാളൻഡിന്റെ നിറത്തോക്കിൽ നിന്നായിരുന്നു. മത്സരത്തിൽ ഹാളൻഡ് പാഴാക്കിയ പെനാൽറ്റി കൂടി ഗോളായിരുന്നുവെങ്കിൽ യുദ്ധക്കൊതിയന്മാരുടെ സ്ഥിതി ഇതിലും പരിതാപകരമായിരുന്നു. ഏതായാലും നോർവേ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ ലോകകപ്പിലേക്കുള്ള സാധ്യത കുറക്കാനും ഇന്നലത്തെ മത്സരത്തിലൂടെ കഴിഞ്ഞു. നിലവിൽ 6 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുള്ള ഇസ്രായേൽ 3-ാം സ്ഥാനത്താണ്. 6 മത്സരങ്ങളിൽ നിന്ന് 6 ജയവുമായി 18 പോയിന്റുമായി നോർവേ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. 5 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുള്ള ഇറ്റലിയാണ് പട്ടികയിൽ 2ാമത്. ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ മാത്രമാണ് യോഗ്യത നേടുക. അതുകൊണ്ട് തന്നെ ഇറ്റലിയുമായുള്ള വരാനിരിക്കുന്ന അടുത്ത മത്സരം കൂടി തോറ്റാൽ ഇസ്രായേലിന്റെ സാധ്യത പൂർണ്ണമായും അടയും. ആകെ മൊത്തം ഗ്രൂപ്പുകളിലെ ഏറ്റവും മികച്ച 3-ാം സ്ഥാനക്കാർക്ക് കൂടി യോഗ്യതയുണ്ടെങ്കിലും നോർവേക്കെതിരെ ഏറ്റുവാങ്ങിയ കനത്ത തോൽവി ഈ കണക്കിൽ അവർക്ക് തിരിച്ചടിയാകും.